ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ്. അപ്പോൾ ഇന്ന് വളരെ ഈസി ആയിട്ട് നാച്ചുറൽ ആയിട്ട് ഡ്രിങ്കിങ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഗോതമ്പ് പൊടിയിലാണ് കേട്ടോ ഡ്രിങ്ക് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ദാ ഇവിടെ അത് 1 കപ്പ് വെള്ളവും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒഴിച്ച് നമുക്കിത് നല്ലോണം അങ്ങ് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം അതങ്ങ് ഉടച്ച് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ദേ ഇവിടെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലോണം അതങ്ങ് കുഴച്ചെടുക്കാമേ. വളരെ ഈസി ആയിട്ട് നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ ഞാൻ ദാ ഇവിടെ വെള്ളം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്ത് അത് നല്ലോണം അങ്ങ് കുഴച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാമേ. വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയുടെ മിശ്രിതം നമുക്ക് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് ഒഴിച്ചു കൊടുത്ത് ഒരു 2 മിനിറ്റ് ആകുമ്പോഴത്തേക്കും അത് നല്ലോണം അതങ്ങ് കുറുകി വരുവേ. ആ കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ ശർക്കര പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ദാ ഇവിടെ 4 ടേബിൾ സ്പൂൺ ശർക്കര പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോർമൽ ഒരു മധുരം ആണ് കേട്ടോ 4 ടേബിൾ സ്പൂൺ. ഇനി നല്ല മധുരം ആഗ്രഹിക്കുന്നവർക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂണും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യാമേ. അപ്പോൾ ഞാൻ ദാ ഇവിടെ 4 ടേബിൾ സ്പൂൺ ശർക്കര പൊടി ആഡ് ചെയ്ത് നല്ലോണം അതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നല്ലൊരു ഫ്ലേവർ കൊടുക്കേ. ഇനി ഇതിലേക്ക് 2 കൈപ്പിടി അളവ് തേങ്ങ തിരകിയതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മസ്റ്റ് ആയിട്ടും ആഡ് ചെയ്യണം കേട്ടോ. ഇത് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പാനി കുടിക്കുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ തേങ്ങയൊക്കെ ഒന്ന് കടിക്കാനായിട്ട് കിട്ടും കേട്ടോ. അത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് ആഡ് ചെയ്ത് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള എന്ത് നട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാമേ. അപ്പം ഞാൻ ഇവിടെ കുറച്ച് കിസ്മിസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിലുള്ള ബദാമോ കാഷ്യൂനട്ടോ എന്ത് വേണമെങ്കിലും ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകിയ സമയത്ത് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഈ പരുവത്തിൽ നമ്മൾ ഓഫ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇത് ഇരുന്ന് കട്ടിയാകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ലോണം അതങ്ങ് കുറുകി പോകും. അതുകൊണ്ട് നമുക്ക് ഈ പരുവത്തിൽ തന്നെ നമുക്കതങ്ങ് ഓഫ് ചെയ്യാമേ. ഇനി നമുക്കതൊരു സർവിങ് പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ ദാ ഒരു ബൗളിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി കേട്ടോ. അപ്പോൾ ഈ പരുവത്തിൽ തന്നെ നിങ്ങൾ ഓഫ് ചെയ്തോണേ. അപ്പോൾ ഇത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് കേട്ടോ. മസ്റ്റ് ആയിട്ടും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കണം. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ.